ഹലോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ഫൈനൽ മാച്ച്. അതെ, നമ്മുടെ ഫൈനൽ മാച്ച് ഇതാ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരാണിന്ന് പങ്കെടുക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മുടെ ഈവിൽ ബ്ലാസ്റ്റർ നമ്മുടെ ഫൈനലെത്തിയത് മെറൂണിനെ സെമിയിൽ തോൽപ്പിച്ചിട്ടാണ്. മെറൂണിനെ തോൽപ്പിച്ചിട്ടാണ് ഈവിൽ ബ്ലാസ്റ്റർ ഫൈനലെത്തിയത്. അതേപോലെ തന്നെ നമ്മുടെ RK മിസ്റ്റർ ഫ്രോഡ് CK രാഘവനെ തോൽപ്പിച്ചിട്ടാണ് ഫൈനലിൽ കയറിയത്. അപ്പോൾ രണ്ട് പേരും തയ്യാറായി കഴിഞ്ഞു. നമ്മളിനി ആകാംക്ഷഭരിതമായിട്ട് കാത്തിരിക്കുന്ന ഒരാഴ്ച കൂടുതൽ എടുത്തു നമ്മുടെ ഈ കളി തുടങ്ങിയിട്ട്. എന്തായാലും നമ്മൾ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്ന ഫൈനൽ ഇതാ എത്തിയിരിക്കുന്നു. RK മിസ്റ്റർ ഫ്രോഡ് വേഴ്സസ് ഈവിൽ ബ്ലാസ്റ്റർ. എന്തായാലും കളി വളരെ ഉഷാറായിരിക്കും. കാരണം നമ്മുടെ ഫൈനൽ മാച്ച് ആര് ജയിക്കുമെന്നറിയാം, എന്താണ് അറിയാൻ പോണത്. എല്ലാ ഫൈനൽ നമുക്കറിയാം, എന്ത് കളിയുടെ ഫൈനൽ അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ. ഇപ്പം തന്നെ നമ്മുടെ മാത്രം കളികൾ, ഏത് കളിയുടെ ഏറ്റവും പ്രത്യേകത അവസാനത്തെ ഫൈനലാണ്. ആ ഫൈനൽ ഇപ്പോൾ ആരെത്തുമെന്നാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഗെയ്സ്, നമ്മുടെ മത്സരം ചൂട് പിടിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കളി തുടങ്ങി, കണ്ടുമുട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ആർക്കെ നേടിയിരിക്കുന്നു ഫസ്റ്റ് പോയിൻ്റ്. എൻ്റെ മോനെ, കളി ഒരു രക്ഷയില്ല, വിഷയം കളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫൈനലിലെ ഫസ്റ്റ് പോയിൻ്റ് ഇതെല്ലാം സുവർണ്ണ ലിപികൾ എഴുതേണ്ട കളിയാണ്. ഫസ്റ്റ് പോയിൻ്റ് നേടിയിരിക്കുന്ന RK മിസ്റ്റർ ഫ്രോഡാണ് ഫസ്റ്റ് പോയിൻ്റ് നേടിയിരിക്കുന്നത്. ബ്ലാസ്റ്റർ കൗണ്ടർ അറ്റാക്ക്. ഓ മോനെ, ബ്ലാസ്റ്റർ കറക്റ്റ് സമയത്തിന് കയറി പുഷ് ചെയ്ത് കഴിഞ്ഞു. ബ്ലാസ്റ്റർ അങ്ങനെ പോയിൻ്റ് നേടിയെടുത്തിരിക്കുന്നു. സെക്കൻഡ് പോയിൻ്റ് ബ്ലാസ്റ്റർ അങ്ങനെ ഫസ്റ്റ് പോയിൻ്റ് നേടിയെടുത്തിരിക്കുന്നത്. 1 vs 1. കളി ഒരു രക്ഷയില്ല, വിഷയം കളി തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ പീക്ക് ആൻഡ് ഫയർ ചെയ്ത് തുടങ്ങി ബ്ലാസ്റ്റർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്കിങ്ങനെ ആകാംക്ഷയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഡയറക്റ്റ് എൻട്രി ഷോട്ട് കൊടുത്തിരിക്കുന്നു. ബട്ട് RK ഫെയിലായിരിക്കുന്നു. ഈവിൽ ബ്ലാസ്റ്റർ എങ്ങനെ ആ പോയിൻ്റ് നേടിയിരിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ് നേടിയെടുത്തിരിക്കുന്നു. ബാക്കിൽ നിന്നുള്ള നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു. എന്തായാലും ഫൈറ്റ് നല്ല ഉഗ്രം ഫൈറ്റാണ് നമ്മളിവിടെ നടക്കുന്നത്. എൻ്റെ മോനെ, ചെറിയൊരു ഗ്ലിച്ചിൽ അടിക്കാൻ നോക്കി, എന്തായാലും അത് കിട്ടിയിട്ടില്ല. RKക്ക് വരുന്നു ടാഗ്. എൻ്റെ മോനെ, അതും ബ്ലാസ്റ്റർ വിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇനി RK ഒന്ന് സ്പെക്ക് ചെയ്ത് വെക്കാം. RK വേഴ്സസ് ബ്ലാസ്റ്റർ പോയിൻ്റ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത കളിയാണ്. 3-1 എന്നുള്ള പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. വിഷയം കളി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 3-1. ബ്ലാസ്റ്റർ അങ്ങനെ 3 പോയിന്റ് നേടിയിരിക്കുന്നു. RK മിസ്റ്റർ ഫോർഡ് 1 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് നേടിയത് RK ആണ്. കളിയിൽ പക്ഷേ വിപരീതമായി നമ്മുടെ പോയിന്റ് ലീഡ് ചെയ്തിരിക്കുന്ന ഈവിൽ ബ്ലാസ്റ്ററാണ്. കളി തുടങ്ങി വെറും 2.5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. കളി നല്ല ആവേശം ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ഫയറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസരം മുതലാക്കി അടിക്കുക എന്നതാണ്. എൻ്റെ മോനെ, RK അങ്ങനെ വിജയിച്ചില്ലെങ്കിൽ അവസരം മുതലാക്കി അങ്ങനെ RK വിജയിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കളിയാണ്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കണ്ടുപോകും. കാരണം കളി ഉഷാറാണ്. രണ്ടുപേരും ഒരേ രീതിയിൽ കട്ടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. വളരെ കിട്ടിയില്ല കളി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പോയിന്റ് നേരെ നോക്കുകയാണെങ്കിൽ 2-3 എന്നുള്ള പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. RK 2 പോയിന്റ്, ബ്ലാസ്റ്റർ 3 പോയിന്റ്. ബ്ലാസ്റ്റർ സ്പെക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റർ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നേടിയെടുക്കുക എന്നതാണ് രണ്ടുപേരുടെ ലക്ഷ്യം. രണ്ടുപേരും ഒരേ ഇതിനാണ് നിൽക്കുന്നത്. അടിക്കുക എന്നുള്ള കറക്റ്റ് തന്ത്രത്തിലാണ് നിൽക്കുന്നത്. ആർക്കാണ് അടുത്ത പോയിന്റ് നേടുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഉഷാർ കളി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു മക്കളെ. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. കളി നല്ല ചൂട് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടൈറ്റ് നല്ല ടാഗ് കൊടുത്തിരിക്കുന്നു. എൻ്റെ മോനെ, 3-3 കളി എന്ത് മത്സരം നോക്കി. നമ്മൾ കളി വളരെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ഫൈനലിൻ്റെ എല്ലാവിധ ചൂടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഉഷാറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലാസ്റ്റർ വരുന്നുണ്ട്. RK കണ്ടു കഴിഞ്ഞു. എൻ്റെ മോനെ, ഒരു രക്ഷയുമില്ല. കളി ഉഷാറാണ്. രണ്ടുപേരും ചൂട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഡയറക്റ്റ് പുഷിലോട്ട് ബ്ലാസ്റ്റർ വരുന്നുണ്ട്. എൻ്റെ മോനെ, ഇതൊക്കെയാണ് ടാക്ടിക്സ് എന്ന് വെച്ചാൽ. ഇതാണ് ടാക്ടിക്സ്. കളി കണ്ടോ നമ്മളിങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ ഫയറല്ല, കളി മാറ്റി ഫയർ ചെയ്തു, ഹെൽത്ത് സെക്യൂർ ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത്. നമ്മൾ ഒരു ടീമിനെ പുഷ് ചെയ്താലും ഇങ്ങനെ തന്നെ കളിക്കേണ്ട. കവറിൽ നിന്ന് കളിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ഓരോ കളികളിൽ നിന്ന് ഇത്തരം കളികൾ നമുക്ക് ഓരോ കണ്ടുപിടിക്കേണ്ടത്. RK നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റർ നല്ല കളി തന്നെയായിരുന്നു. ബ്ലാസ്റ്റർ പക്ഷേ കവർ എടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ബ്ലാസ്റ്റർ നല്ല കട്ടയ്ക്ക് തന്നെ തിരിച്ചു വരും. കാരണം ബ്ലാസ്റ്റർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. RK നല്ല രീതിയിൽ കട്ടയ്ക്ക് തിരിച്ചു വന്നതുപോലെ തന്നെ ബ്ലാസ്റ്റർ തിരിച്ചു വരും. എന്തായാലും രണ്ടുപേരും നല്ല ഉഷാറായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. മോനെ, ഒരു രക്ഷയുമില്ല. അപ്പം
കളി 6-3 എന്നുള്ള പോയിന്റ് നിൽക്കുമ്പോൾ ആർക്കെ വന്നിട്ടുണ്ട്. 6 പോയിന്റ്, ബ്ലാസ്റ്റർ 3 പോയിന്റ്. കളി ഉഷാറായിട്ട് ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിയുടെ എല്ലാവിധ ഇതിലും എത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്ററും കട്ടയ്ക്ക് തന്നെ നിൽക്കുന്ന ബ്ലാസ്റ്റ്. ഓ എൻ്റെ മോനെ, ആർക്കെ അങ്ങനെ 7 പോയിന്റ്. ആർക്കെ മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ കട്ട കലിപ്പിൽ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ്. പോയിന്റ് എല്ലാം സെക്യൂർ ചെയ്ത് കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2-3 പോയിന്റ് തുടർച്ചയായിട്ട് പോയത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു പോയിന്റ് നഷ്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ബ്ലാസ്റ്റർ തിരിച്ചു വരവാണ് ചെയ്തത്. ഒരു പോയിന്റ് നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ പോയിന്റ് പോയി. ഇതാ ബ്ലാസ്റ്റർ അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു 4-7 എന്നുള്ള പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം വീണ്ടും ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ പോയിന്റ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ 4-7 എന്നുള്ള പോയിന്റാണ്. പൊട്ടാസ് കളിയാണ് ഇവിടെ നടക്കുന്നത്. വെടിക്കെട്ട് ഫയറിംഗ് ആണ് നടക്കുന്നത്. എന്തായാലും ഇപ്പം കളി ഉഷാറായിട്ട് ചൂട് പിടിച്ച ആവേശത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടുപേരും കണ്ടു കഴിഞ്ഞു. ആടി ഡയറക്റ്റ് ഫൈറ്റിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, ബ്ലാസ്റ്റ് 5 പോയിന്റ് നേടി. ഞാൻ പോയിന്റ് നേടി പോലും ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്ക് ഫാസ്റ്റായിരുന്നു കളി. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ കട്ട കഴിവ് കളിയാണ് നടക്കുന്നത്. ഇനി വേണ്ട 4 മിനിറ്റ് 40 സെക്കൻഡ് ഇനി കളി തീരാനുണ്ട്. കളി ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫയർ ചെയ്ത് എൻ്റെ മോനെ സ്കോപ്പ് ചെയ്ത് നടക്കേണ്ട സ്കോപ്പിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ. ഇത്തിരി ചെറിയ ഡിസ്റ്റൻസ് ഉള്ളായിരുന്നു, ഫൈറ്റ് ചെയ്യായിരുന്നു ഡയറക്റ്റ്. ഓക്കെ, എന്തായാലും ആ പോയിന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആർക്കെ അങ്ങനെ 6-7 എന്നുള്ള പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. രണ്ടുപേരും കട്ട കലിപ്പിൽ. നമ്മൾ ഈ കളി നോക്കുക, കട്ട കലിപ്പിൽ ഉഷാറായിട്ട് വാശിയുടെ ഇങ്ങനെ രണ്ടുപേരും നിന്ന് കളിക്കുന്നു. നമ്മൾ ഫൈനലിൻ്റെ എല്ലാവിധ ചൂടും ഈ കളി കാണുന്നുണ്ട്. എന്നാലും ആര് ജയിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റുന്നില്ല. കളി ഉഷാറാണ്. കളിയുടെ എല്ലാ ടാക്ടിക്സും എടുത്ത് കളിച്ചു. ഫസ്റ്റ് കവർ കയറി അങ്ങനെ ആർക്കെ മിസ്റ്റർ ഫ്രോഡ് അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. കളി നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല മച്ചാന്മാരെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി നമ്മളിപ്പോൾ നോക്കിയോ, കളി ഇപ്പം പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് നില മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെ 2 പോയിന്റ് പുറകിൽ നിന്നിട്ടാണ് തിരിച്ച് കയറിയത്. അതേപോലെ ബ്ലാസ്റ്റർ നല്ല പോയിന്റ് വ്യത്യാസത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് കയറി. അങ്ങനെ 6-8-6 എന്നുള്ള പോയിന്റിലോട്ടാണ് ആർക്കെ മിസ്റ്റർ ഫ്രോഡ് 8 പോയിന്റും ഇവിൽ ബ്ലാസ്റ്റർ 6 പോയിന്റും എടുത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും നല്ല കട്ടയി കളിപ്പം കളിക്കുന്നവരാണ്. പോയിന്റ് ഉഷാർ കളിയായിരുന്നു. എൻ്റെ മോനെ കിക്ക് അടിച്ചു കഴിഞ്ഞാൽ 9-6 എന്നുള്ള പോയിന്റ് 3 പോയിന്റ് വ്യത്യാസമൊന്നും ഒരു വിഷയമില്ല. എന്തായാലും കളി കട്ട കലിപ്പിൻ്റെ കളിയാണ്. നമ്മൾ കാണുന്നതിന് അപ്പുറം തന്നെയാണ് കട്ടയ്ക്ക് കളിക്കുന്നത്. എന്തായാലും കട്ട കലിപ്പിലുള്ള കളിയാണ്. രണ്ടുപേരും മൈൻഡ് അത്രയ്ക്ക് പോസിറ്റീവാണ്. എൻ്റെ മോനെ 10-6 എന്നുള്ള പോയിന്റിലോട്ട് നമ്മുടെ കളി നിരയെത്തി ഫസ്റ്റ് ഡബിളൊക്കെ പോയിന്റിലെത്തിയിരിക്കുന്ന ആർക്കെയാണ്. അതെ, ആർക്കെ ഫസ്റ്റ് പോയിന്റ് തുടങ്ങി വെച്ചത് ആർക്കെ തന്നെയായിരുന്നു. ഡബിൾ പോയിന്റ് ഫസ്റ്റ് നേടിയത് ആർക്കെ തന്നെയാണ്. അപ്പോൾ കളി എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കിടിലൻ കലിപ്പ് കളി തന്നെയാണ്. 10-6 എന്നുള്ള പോയിന്റിലോട്ട് ബ്ലാസ്റ്റർ തിരിച്ചു വരും. ബ്ലാസ്റ്റർ കട്ട കലിപ്പ് കളി തന്നെയാണ് കളിക്കുന്നത്. ബ്ലാസ്റ്ററും ഒരു പുഷ് ചെയ്യാനുള്ള ഒരു മൈൻഡും വ്യത്യാസം വന്നിട്ടില്ല. കട്ടയ്ക്ക് നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതി അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഒരു രക്ഷയുമില്ലാത്ത കളി തന്നെയാണ്. 11-6 എന്നുള്ള പോയിന്റിലോട്ട് എത്തിക്കുക കളി. ഇപ്പം നമ്മൾ നോക്കുക 11-6. ബ്ലാസ്റ്റർ കണ്ടു കഴിഞ്ഞു. ഡയറക്റ്റ് ഫൈറ്റിനോട്ട എല്ലാ ചാൻസും. ബ്ലാസ്റ്റർ അവിടെ ഫയറിങ് നിർത്തുന്നതാണ് പ്രശ്നം നടക്കുന്നത്. 12-6 എന്നുള്ള പോയിന്റ്, ഇരട്ടി പോയിന്റ് ലീഡ് നേടിയിരിക്കുന്നു ആർക്കെ മിസ്റ്റർ ഫ്രോഡ്. ഇരട്ടി പോയിന്റ് ലീഡ് നേടിയിരിക്കുന്നു. 12-6 എന്നുള്ള പോയിന്റിലോട്ടാണ്. ഇനി വെറുതെ 2.5 മിനിറ്റ് മാത്രമേ കളി തീരുള്ളൂ. ബ്ലാസ്റ്റർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ബ്ലാസ്റ്റർ മറ്റേ തന്ത്രങ്ങളൊന്നും കാണാനില്ല. ബ്ലാസ്റ്റർ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന വേറെ പൊസിഷനിൽ നിന്ന് കവർ ചെയ്തെടുത്ത് കളിക്കുക, അതൊന്നും ഇപ്പോൾ കാണാനില്ല. പക്ഷേ ആർക്കെ കട്ട കലിപ്പിൽ ഇടയ്ക്ക് പോയിന്റ് വ്യത്യാസം വന്നിട്ട് പോലെ ആർക്കെ ടാക്ടിക്സ് മാറ്റി കളിക്കില്ല. ഇത് ബ്ലാസ്റ്റർ ബ്ലാസ്റ്റർ അതേ ആവേശത്തോടെ വന്ന് പോയിന്റ് നേടിയെടുത്തിരിക്കുന്നു. മച്ചന്മാരെ, കളി കണ്ടോ? ഇത് തന്നെയാണ് പറയുന്ന കളി ഫൈനൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് കളിയുടെ ഉഷാർ, ആവേശം എല്ലാം എന്താ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കെ പോയിന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ബ്ലാസ്റ്റർ ഇങ്ങനെ കട്ട കലിപ്പിൽ കയറി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റർ മോനെ, ഒരു രക്ഷയില്ല. പോയിന്റ് തിരിച്ചെടുത്തിട്ട് പോളെന്ന് പറഞ്ഞിട്ട് ബ്ലാസ്റ്റർ നിൽക്കുന്നു. ആർക്കെ എന്തായാലും വിട്ടുകൊടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ആർക്കെ കണ്ടു കഴിഞ്ഞു ബ്ലാസ്റ്ററെ. ഇപ്പം എന്താ കയറി വരുന്നുണ്ട്. എൻ്റെ മോനെ, നമ്മൾ എന്താ ഈ കാണുന്നത്? എനിക്ക് കമൻട്രി പറയാൻ പോലും സമയം തന്നില്ല. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തായാലും 14-8 എന്നുള്ള പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. കളി ഉഷാർ കളി. രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. ഒരാൾ പോലും അങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഫൈനലി എൻ്റെ എല്ലാ ആവേശം നടക്കുന്നുണ്ട്. എൻ്റെ മോനെ, ബ്ലാസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് തിരിച്ചെടുക്കുന്നു. ആർക്കെ അതേപോലെ തന്നെ കട്ട കലിപ്പിന് കളിക്കുന്നുണ്ട്. 14-6 5 പോയിന്റ് വ്യത്യാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കട്ട കലിപ്പിന് ഇങ്ങനെ. എൻ്റെ മോനെ, ഇതൊക്കെയാണ് പറയുന്നത്. നമ്മൾ കണ്ട ഫയർ ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് ചെയ്തുള്ള ഫയർ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ബ്ലാസ്റ്റർ ആയാലും ആർക്കായാലും രണ്ടുപേരും നല്ല കട്ട കലിപ്പിൽ മൂവ് ചെയ്ത് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കളി എന്തായാലും നമ്മളിപ്പോൾ ഓരോ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ടൈറ്റ് ചെയ്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കളിയുടെ എല്ലാവിധ ഉഷാറും ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലാസ്റ്റർ ഓടി നടക്കുന്നുണ്ട്. എന്തായാലും അടുത്ത പോയിന്റ് ബ്ലാസ്റ്റർ ഒപ്പിച്ചേ സാധിക്കത്തുള്ളൂ. അടുത്ത പോയിന്റ് കൊണ്ട് കട്ട കലിപ്പിൽ നിന്ന് കളിക്കാൻ. എൻ്റെ മോനെ, കട്ട കലിപ്പിൽ വന്ന് അതേ പോയിന്റ് എടുത്തുകൊണ്ട് തന്നെ ബ്ലാസ്റ്റർ നിൽക്കുകയാണ്. അങ്ങനെ 10-15 എന്നുള്ള പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. എൻ്റെ മോനെ, ആർക്കെ പോയിന്റ് നേടിക്കഴിഞ്ഞിരിക്കുന്നു.
16-10 എന്നുള്ള പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല. കളി കട്ട കലിപ്പിന് തന്നെ കളിക്കുന്നത്. രണ്ടുപേർ കട്ടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. ഇനി വെറും 37 സെക്കൻഡ് മാത്രമേ കളി തീരാനുള്ളൂ. ഓ, 1 HP കളി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. 1 HP കളിയാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. വെറും 28 സെക്കൻഡിൽ ആര് ജയിക്കും? ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ആർക്കെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ. കാരണം ഇനി 7 പോയിന്റ് എടുക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മോനെ കളി ഉഷാറാണ് നടക്കുന്നത്. എൻ്റെ മോനെ, എന്നാലും ബ്ലാസ്റ്റർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി പേർക്ക് 9 സെക്കൻഡേ ഉള്ളൂ പോയിന്റ് നേടാൻ. ഇപ്പോൾ രണ്ടുപേരും ഫയറിങ് ഫീഡ്. എൻ്റെ മോനെ കളി കഴിഞ്ഞിരിക്കുന്നു മച്ചന്മാരെ. 2 മിനിറ്റ് കളി തീർന്നിരിക്കുന്നു. അവസാനത്തെ നമ്മുടെ ഫൈനൽ നമ്മൾ നോക്കി. കട്ട കലിപ്പ് കളി. ഇത്രയും മനോഹരമായിട്ട് കളിച്ച കളി നമ്മൾ നോക്കുക. രണ്ടുപേരും ഉഷാർ കളി തന്നെയാണ് മച്ചന്മാരെ. ഒരു രക്ഷയില്ല. രണ്ടുപേരും കട്ട കലിപ്പ് കളിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ബൈ ആർ കെ മിസ്റ്റർ ഫ്രോഡ് ആൻഡ് ഈവിൽ ബ്ലാസ്റ്റർ. എന്തായാലും കൺഗ്രാറ്റ്സ് ആർ കെ മിസ്റ്റർ ഫ്രോഡ്, കൺഗ്രാറ്റ്സ്.